സർക്കാർ തീർച്ചയായും ചർച്ച ചെയ്ത റെഗുലേറ്ററി കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്ന ശേഷമല്ലേ അത് ചർച്ച ചെയ്തുള്ളൂ. ഇപ്പോൾ ബോർഡും റെഗുലേറ്ററി കമ്മീഷനും മാത്രമാണ് ചർച്ച. അത് കഴിഞ്ഞ് സർക്കാരിൻ്റെ അഭിപ്രായത്തിന് അറിയിക്കുമ്പോഴല്ലേ നമുക്ക് ഇടപെടാൻ പറ്റും. എല്ലാവരും ഇപ്പോൾ വാങ്ങുന്നതിൽ പീക്ക് അവറിലൊക്കെ വാങ്ങുമ്പോൾ പല രീതിയിലാണ് വരുന്നത്. 10 ഉറുപ്പ്യ തൊട്ട് 15 ഉറുപ്പ്യ 20 ഉറുപ്പ്യ വരെ ചിലവ് വർദ്ധിക്കും. അവർ ഡീസലിൽ നിന്നൊക്കെയാണല്ലോ അത് ഉണ്ടാക്കുന്നത്. അതുപോലെ ഈ ഇറക്കുമതി കൽക്കരി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കേന്ദ്ര ഗവൺമെൻറ് തന്നെ നിർദ്ദേശിച്ചതാണ് 20% ഇറക്കുമതി കൽക്കരി ഉപയോഗിക്കണം. ഇവിടെ നമുക്ക് കൽക്കരിക്ക് ധാരാളമുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാതെ 20% ആരെയോ സഹായിക്കാൻ തന്നെ ഞാൻ പറയുന്നില്ല. 20% ഇറക്കുമതി കൽക്കരിക്ക് ഉപയോഗിക്കണം പറയുമ്പോൾ അതിൻ്റെ ചാർജ് ആര് വഹിക്കണം? ഉപഭോക്താക്കൾ വഹിക്കണ്ടേ? ജനങ്ങൾക്ക് വിഷമം ഉണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് നല്ലതാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. പക്ഷെ വേറെ എന്ത് വഴി, വേറെ എങ്ങനെ ഇത് കൊണ്ടുപോകും? നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം വരാൻ ഉള്ള ഒരു താല്പര്യം എല്ലാവരും എടുക്കണ്ടേ? എല്ലാവരും ഒരു ഹൈഡ്രൽ പ്രോജക്റ്റ് വരാൻ സമ്മതിക്കും. ഇപ്പോൾ പമ്പ്ഡ് സ്റ്റോറേജ്, ഇപ്പോൾ നമുക്ക് പകൽ സോളാറിന്ന് വൈദ്യുതി കുറഞ്ഞ ചിലവിൽ കിട്ടും. ആ കിട്ടിയാൽ ആ വൈദ്യുതി ഉപയോഗിച്ചിട്ട് ജനറേറ്റ് ചെയ്ത് പമ്പ് ചെയ്തിട്ട് വൈകുന്നേരങ്ങളിൽ മാത്രം അത് ഉപയോഗിക്കാവുന്ന ഒരു സ്കീമുണ്ട്. അതിനും പരിസ്ഥിതിയും ഇതൊക്കെ വെച്ചിട്ട് നമ്മളുടെ ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ പല തടസ്സങ്ങളും വരികയാണ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും കൂടി സഹകരിച്ച് ഈ പമ്പ്ഡ് സ്റ്റോറേജും ഹൈഡ്രൽ പ്രോജക്റ്റിനും ഒന്ന് നമുക്ക് നിന്നാൽ നമുക്ക് തലമുറകളായിട്ട് നമ്മുടെ തലമുറയൊക്കെ കഴിഞ്ഞിട്ട് അപ്പുറത്ത് നിൽക്കും. അതിനുള്ള ഒരു എല്ലാവരുടെയും സഹായം ഉണ്ടാകണമെന്നാണ് എനിക്ക് പറ്റുന്നത്. അപ്പോൾ അതന്നെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇറക്കുമതി ഇവിടെ കൽക്കരി ഉണ്ടായിട്ടും ഇറക്കുമതി 20% ഇറക്കുമതി കൽക്കരി ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് ഒരു ഡയറക്ഷൻ വന്നാൽ ആ ഇറക്കുമതി കൽക്കരിയുടെ വിലയുടെ ലാഭത്തിൻ്റെയൊക്കെ അനുസരിച്ചിട്ട് ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിക്കാൻ അവർക്ക് തന്നെ തീരുമാനം എടുക്കാം. അപ്പോൾ നമുക്ക് വാങ്ങുന്ന വില അപ്പോൾ 19 പൈസ എങ്ങനെയാണ് വർദ്ധിപ്പിച്ചത്? സ്റ്റേറ്റ് ഗവൺമെൻറ്റോ റെഗുലേറ്ററി കമ്മീഷനോ ഒന്നും തീരുമാനമില്ലാതെയാണ് അതെടുത്തത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അതാരും ചർച്ച ചെയ്യുന്നില്ലല്ലോ. ശരി, ഇലക്ട്രിസിറ്റി ഒരു സെക്കൻഡ് പോയാൽ നമ്മളെങ്ങുണ്ടാവും? എങ്ങനെ ഇത് കൊണ്ടു നടത്തും? കേന്ദ്ര സർക്കാർ നമുക്ക് ഒരു അനാവശ്യമായ പ്രകൃതി ഫോറസ്റ്റിൻ്റെ സാങ്ഷൻ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് തടസ്സം നിൽക്കുകയല്ലേ. അതിനൊരു ഗുണം കിട്ടണ്ടേ? തീർച്ചയായിട്ടും 100% ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധ്യതയുണ്ട്. അത് ഉപയോഗിച്ചാൽ അതിന് വലിയ തടസ്സമില്ലാണ്ട് എല്ലാവരും കൂടി സഹകരണം ഉണ്ടെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സഹകരണം വേണം. ഒരു പ്രോജക്റ്റ് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് തടക്കുമ്പോൾ അതൊരു ജനങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്ന് ഒരു സഹായം ഉണ്ടെങ്കിൽ നമുക്കത് പൂർത്തിയാക്കാൻ പറ്റും. വരും തലമുറയ്ക്ക് തന്നെ അതിൻ്റെ ഗുണം ചെയ്യും.